നമസ്കാരം. ഏതാണ്ട് ഒരു ഒന്നൊന്നര ആഴ്ച മുൻപ് എൻ്റെ കയ്യിൽ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടുന്നു. ആ ഓഡിയോ ക്ലിപ്പിൽ സംഭാഷണം നടത്തുന്ന വീട്ടമ്മയും പള്ളിയിലച്ഛനും ആരാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടിയുണ്ട്. ഈ രണ്ട് ഓഡിയോ ക്ലിപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ അത് സംപ്രേഷണം ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരാഴ്ചയായിട്ടും സാധിച്ചില്ല. ഒന്ന്, ഒരു വീട്ടമ്മയും പള്ളിയിലച്ഛനും തമ്മിലുള്ള വളരെ വ്യക്തിപരമായ ബന്ധത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ശബ്ദരേഖയാണ്. അതായത് വീട്ടമ്മയുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം പള്ളിയിലച്ഛൻ ആ വീട്ടമ്മയെ വിളിച്ച് ഇരുവരും അവരുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഓഡിയോ ക്ലിപ്പ്. ഇത് വ്യക്തികളുടെ സ്വകാര്യതയാണ്. സ്വകാര്യതയിലേക്ക് നമ്മൾ അനാവശ്യമായി കടന്ന് കയറരുത് എന്ന് വിശ്വാസക്കാരനാണ് ഞാൻ. എന്ന് മാത്രമല്ല, അവിഹിത ബന്ധം എന്ന വാക്കിനെ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിഹിതം എന്ന് പറയുന്നത് ഹിതമില്ലാത്ത ബന്ധമാണ്. രണ്ടുപേർ തമ്മിൽ ഹിതമുള്ള ബന്ധമുണ്ടെങ്കിൽ അത് അവിഹിതമല്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടുപേർ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധവും അതേക്കുറിച്ചുള്ള അയവിറക്കുമായതുകൊണ്ട് അത് സംപ്രേഷണം ചെയ്യുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് അത് വിട്ടുകളയാം എന്നായിരുന്നു എൻ്റെ തീരുമാനം. അല്ലെങ്കിൽ തന്നെ സംഭാഷണം പുറത്തുവിടാൻ സാധ്യമല്ല. കാരണം ഒട്ടേറെ അശ്ലീല പ്രയോഗങ്ങൾ അതിലുണ്ട്. വീട്ടമ്മമാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണുന്ന ഒരു ചാനലിലൂടെ അത് പുറത്തുവിടുക സാധ്യമല്ല. മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്. ആ വീട്ടമ്മയുടെ ഭാവിയെ ഇത് ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. എന്നാൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇതൊരു സ്വകാര്യ സംഭവം മാത്രമാണ്. വീട്ടമ്മയെ നമ്മൾ പൂർണ്ണമായും കുറ്റവിമുക്തിയാക്കി മാറ്റി നിർത്താം. അവരെ ഒരു തരത്തിലും ഞാൻ ഈ വിഷയത്തിൽ കുറ്റം പറയുന്നില്ല. അതേസമയം ആ പള്ളിയിലച്ഛൻ ചെയ്തതിന് നമുക്ക് അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം എന്ന ആനുകൂല്യം പള്ളിയിലച്ഛന് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം പള്ളിയിലച്ഛൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുമായി ഇടപെടുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. ഈ ഒരു സ്ത്രീയുമായി മാത്രമല്ല, നിരവധി സ്ത്രീകളുമായി ഈ അച്ഛന് ബന്ധമുണ്ട് എന്ന് മുൻപ് തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അച്ഛന്റെ ഇത്തരം വൃത്തികെട്ട പ്രവർത്തികളെ കുറിച്ച് പലതവണ ഇതിനു മുമ്പ് ഇരുന്ന ഇടവകക്കാർ പരാതിപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ കുമ്പസാര രഹസ്യം കേൾക്കേണ്ട ആളാണ്. ഇത്തരം മാനസികാവസ്ഥയുള്ള ഒരാളുടെ കുമ്പസാരിക്കുന്ന വിശ്വാസികൾ ചതിക്കപ്പെടും. മാത്രമല്ല, കുട്ടികളും സ്ത്രീകളും സുരക്ഷിതരല്ല. അതുകൊണ്ട് തന്നെ പെൺവേട്ടക്കാരനായ ഈ പള്ളിയിലച്ഛനെ ലോകമറിയേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് ആ സ്ത്രീയെ പൂർണ്ണമായും കുറ്റവിമുക്തമാക്കിക്കൊണ്ട് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ സംഭാഷണം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നില്ല. സംപ്രേഷണം ചെയ്താൽ അത് ആ സ്ത്രീയെ ബാധിക്കും. ഈ വിഷയത്തിൽ ആ സ്ത്രീ പൂർണ്ണമായും നിരപരാധിയാണ്. അവരൊരു കുരുക്കിൽപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അപമാനം ഉണ്ടാക്കാൻ പാടില്ല എന്നതുകൊണ്ട് ആ സംഭാഷണം സംപ്രേഷണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ഈ പള്ളിയിലച്ഛന്റെ തനിനിറം ലോകമറിയേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ കോട്ടയം ക്നാനായ രൂപതയിലെ ചുമതലകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നു. കോട്ടയം രൂപതയിലെ വൈദികരുടെ സ്ഥലമാറ്റ ഉത്തരവാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. അതിലാദ്യം കാണിക്കുന്ന പേര് ജോസ് ചക്കാലക്കൽ OSH എന്നാണ്. അദ്ദേഹത്തെ റിലീവ്ഡ് എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് മാറ്റി എന്നർത്ഥം. OSH എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ, അതായത് ക്നാനായ സഭയ്ക്കുള്ളിലെ തന്നെ ഒരു കോൺഗ്രിഗേഷനാണ് OSH. അവിടെ നിന്നും ക്നാനായ സഭയിലേക്ക് സേവനമനുഷ്ഠിക്കാൻ വേണ്ടി ഡെപ്യൂട്ടേഷനിൽ എത്തിയ ആളാണ് ഫാദർ ജോസ് ചക്കാലക്കൽ. ഈ വൈദികനാണ് സ്ത്രീകളെ ഓടി നടന്ന് വേട്ടയാടിയിരുന്നത്. ഇദ്ദേഹം സഭയിലെ സ്ത്രീകളോടൊപ്പം ഒരു ടൂറിന് പോയപ്പോൾ ബസ്സിനകത്ത് വെച്ചെടുത്ത ഒരു വീഡിയോ ദൃശ്യമുണ്ട്. അതിലെ സ്ത്രീകളുടെ ചിത്രം മുഴുവൻ ഫെയ്ഡ് ചെയ്തുകൊണ്ട് ഞാൻ ആ വീഡിയോ ദൃശ്യം കാണിക്കാം. അടിസ്ഥാനപരമായി ഈ ദൃശ്യം ഈ പള്ളിയിലച്ഛന്റെ തനി സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. അതോടൊപ്പം ഒരു കുറിപ്പ് കൂടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കോട്ടയം അതിരൂപതയിലെ സീനിയർ വൈദികൻ ഫാദർ ജോസ് ചക്കാലക്കലിന്റെ അവിഹിത ബന്ധത്തിന് ഓഡിയോ ക്ലിപ്പ് പുറത്തായത് ക്നാനായ സമുദായത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. വിധവകളുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന അച്ഛനെതിരെ സഭാ നേതൃത്വം എന്തു നടപടിയെടുക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓഡിയോ ക്ലിപ്പ് വ്യാജമാണെന്ന് സഭ പറയുമോ? അതോ അച്ഛനെതിരെ ശക്തമായ നടപടിയെടുക്കുമോ? മുൻകാലങ്ങളിലും ഇതുപോലെ പല വൈദികർക്കെതിരായി ആരോപണങ്ങൾ ഉയർന്നപ്പോഴും സഭ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ വൈദികനെ പോലും സംരക്ഷിച്ച സഭാ നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദൈവത്തിന്റെ വചനങ്ങൾ പ്രസംഗിക്കാനും വിശ്വാസികളെ നയിക്കാനുമുള്ള സ്ഥാനത്തിരുന്ന് ഇങ്ങനെ അധാർമികമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് നിന്ദ്യവും ലജ്ജാകരവുമാണ്. വൈദികന്റെ വസ്ത്രം ധരിച്ചാൽ പരിശുദ്ധനാകില്ല. മനസ്സും ജീവിതവും ശുദ്ധമാകുമ്പോഴാണ് ദൈവത്തിന്റെ ദാസൻ എന്ന് വിളിക്കാനുള്ള അവകാശം ലഭിക്കുന്നത്. സമൂഹം വിശ്വാസത്തോടെ നോക്കുന്ന സ്ഥാനങ്ങൾ ചിലർ സ്വന്തം മോഹങ്ങൾക്ക് കളങ്കപ്പെടുത്തുന്നത് ദൈവത്തിന്റെ നാമത്തോട് തന്നെ അനാദരവാണ്. ഇത്തരം പ്രവർത്തികൾ മറച്ചു വയ്ക്കേണ്ടതില്ല, കഠിനമായി നേരിടേണ്ടതാണ്. സഭയും സമൂഹവും ഇത്തരം കപട വൈദികന്മാർക്കെതിരെ ഉറച്ച നിലപാടെടുക്കണം. ദൈവത്തിന്റെ പേരിൽ ജീവിക്കുന്ന അർഹതയില്ലാത്തവർ ഈ വസ്ത്രം അഴിച്ചുമാറ്റി മനുഷ്യരായി ജീവിക്കാൻ പഠിക്കട്ടെ. ഇയാളെ പോലെയുള്ളവരുടെ മുന്നിലാണ് നമ്മൾ പോയി കുമ്പസാരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇവനെയൊക്കെ കൊച്ചുകുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ? ഇനി അറിയേണ്ടത് ഒന്ന് മാത്രം. കോട്ടയം അതിരൂപത ക്നാനായക്കാരുടെ പിതാവ്
ഇയാൾക്കെതിരെ എന്തു നടപടിയെടുക്കും എന്ന് ഏഴിമല പൂഞ്ചോല. ഇതാണ് ഈ കുറിപ്പ്. ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടാണ് ഈ വൈദികന്റെ തിരുസ്വരൂപം നാട്ടുകാരെ കാണിക്കാൻ തീരുമാനിച്ചത്. വാസ്തവത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. വൈദികരുടെ അസാൻമാർഗിക പ്രവർത്തികളും ലൈംഗിക അരാജകത്വവും ഒക്കെ കൈകാര്യം ചെയ്യാൻ സഭ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പലതവണ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പള്ളിയിലച്ചന്മാർ പെണ്ണുപിടിയന്മാരാകുമ്പോൾ അത് വിശ്വാസികളെ അകറ്റും. സ്ത്രീകളോടുള്ള അഭിനിവേശം അവസാനിപ്പിക്കാൻ പള്ളിയിലച്ചന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ ലോഹ ഊരിപ്പോയി പെണ്ണുകെട്ടി മര്യാദയ്ക്ക് കഴിയണം. അങ്ങനെ വൈദിക പട്ടം ഉപേക്ഷിച്ച് പെണ്ണുകെട്ടി കഴിയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവർ അങ്ങനെ കഴിയുന്നതിൽ ഒരു തെറ്റുമില്ല. അവർ ഈ വേഷം ഇട്ടുകൊണ്ട് കുമ്പസാര രഹസ്യം കേട്ടുകൊണ്ട് വിശ്വാസികളുടെ പിതാവായി നല്ല ഇടയനായി സഞ്ചരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഇങ്ങനെ ദുരുപയോഗിക്കുന്നത് അനുവദിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു പള്ളിയിലച്ചനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നാൽ ആ സമയത്ത് തന്നെ നടപടിയെടുക്കാൻ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരികയും ആ പ്രോട്ടോകോൾ അനുസരിച്ച് അതിവേഗം പ്രവർത്തിക്കുകയും അത്തരം അച്ഛന്മാരെ പട്ടം ഉപേക്ഷിച്ച് മാറ്റി നിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒരു തവണ പറ്റിപ്പോയ തെറ്റാണെങ്കിൽ അവർ അത് തിരുത്താൻ ഒരുക്കമാണെങ്കിൽ അവരെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അവരെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരിൽ നിന്നും അകറ്റി നിർത്തേണ്ട ബാധ്യത സഭാ നേതൃത്വം ഏറ്റെടുക്കണം. ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നവരെ സംരക്ഷിച്ചാൽ അവർ വിത്തുകാളകളെ പോലെ പെരുകുകയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭീഷണിയായി മാറുകയും വിശ്വാസികൾ പതിയെ പതിയെ പള്ളിയിൽ നിന്ന് അകലുകയും ചെയ്യും. ഇപ്പോൾ കോട്ടയം രൂപതയ്ക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി അവർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ ചുമതലകൾ നീക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് കോൺഗ്രിഗേഷനാണ് തുടർ നടപടികൾ എടുക്കേണ്ടത്. ഒരു കാരണവശാലും ഇനി അദ്ദേഹം സ്ത്രീകളോടും കുട്ടികളോടും ഇടപെടുന്നില്ല എന്നുറപ്പാക്കാനുള്ള ബാധ്യതയെങ്കിലും അവർ ഏറ്റെടുക്കണം. എല്ലാ ക്രൈസ്തവ സഭകളും അവരുടെ വൈദികർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നാൽ അത് മറച്ചു വയ്ക്കാതെ അവരെ സംരക്ഷിക്കാതെ അവർക്കെതിരെ നടപടിയെടുക്കാനും അവരെ സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നും മാറ്റി നിർത്താനുമുള്ള പ്രോട്ടോകോളിന് തുടക്കമിടണം.